ഇപ്പം ഞങ്ങളുടെ കൂട്ടപ്പുല്ലൊരു ചായക്കടയില്ല, ദോശ അങ്ങനെയൊന്നുമില്ല. മുന്നേ ഒരു 3-4 കട ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പോയപ്പോൾ 3 കട ഒരുമിച്ച് പോയി. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ കട നമ്മളവിടെ തുടങ്ങി. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടൊന്ന് പോവുകയാണ്. കൂട്ടപ്പുല്ലൊരു പുതിയ കട വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഗുണ്ടും കയറി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഇവൻ കയറിയതായി ഇരിപ്പും തുടങ്ങി. പിന്നെ പാവം തോന്നി നമ്മൾ അവനെയും കൂടി കൊണ്ടുപോവാന്ന്. അല്ലേടാ? ഇരുന്നോടാ. എവിടെ? ഓക്കെ, ഇതാ ഞങ്ങളുടെ കൂട്ടപ്പ് ജംഗ്ഷൻ. നമ്മളെ കുട്ടപ്പ് ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. ഇടയിൽ എന്തെങ്കിലും കാണുമെന്നറിയില്ല. നമ്മളൊരു കുഞ്ഞു കടയാണ്, ഉണ്ടെങ്കിൽ നോക്കാം. ഇതാണ് കട കേട്ടോ, കുട്ടപ്പ് ജംഗ്ഷനിൻ്റെ അടുത്ത്. അപ്പം ഇതാണ് കട കണ്ടോ. ഇപ്പം അത്യാവശ്യമുള്ള കുഞ്ഞു കടയാണെങ്കിലും എല്ലാം ഉണ്ട്. കുട്ടികൾ വേറൊന്നിനുമല്ല, നമ്മളെ ഗുണ്ടുവിനെ കണ്ട് പേടിച്ച് വിളിച്ചതാണ്. കടയുടെ പേരെന്തരാണ്? ശ്രീനിലയം. ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ അപ്പോൾ അവർക്ക് പേടിയൊക്കെ മാറി. അവൻ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അവനെ നോക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, ശ്രീനിലയം തട്ടുകട. അവൻ്റെ പേടിയൊക്കെ മാറിയപ്പം കുറച്ചേരം അവൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ചായക്കടയിൽ രാവിലത്തെ ദോശ, ഉച്ചയ്ക്ക് ബിരിയാണി, വൈകുന്നേരത്തെ തട്ട് ദോശയും എല്ലാം ഉണ്ട് കേട്ടോ. പെറോട്ട ഒക്കെ എല്ലാവരും ഉണ്ട്, അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങൾ ചിക്കനും പിന്നെ ഗ്രേവിയും മേടിച്ചു. ചേട്ടൻ ചിക്കൻ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കനാണ്, ചേട്ടൻ കഴിക്കത്തില്ല, പിള്ളേർക്കാണ് ഞാൻ വാങ്ങിയത്. പിന്നെ നമ്മളെ ഗുണ്ടപ്പ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവനും ഞാൻ കൊണ്ടുവന്ന ഒരു പീസും ഒരു പെറോട്ട അവനും കൊടുത്തു. അവനും കൂടെ വന്നില്ലേ, അവനില്ലേ ആദ്യം കൊടുക്കണ്ടേ. അങ്ങനെ എല്ലാവർക്കും കറക്റ്റ് വിളമ്പിയൊക്കെ കൊടുത്തു. അവനും ഞാൻ കൊടുത്തു. പിന്നെ നമ്മൾ നൈറ്റ് ആമയൊന്നും നൈറ്റല്ല, എൻ്റെ മോൾ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് അവൾ അങ്ങ് നേരെ അമ്മാമ്മയുടെ വീട്ടിൽ പോയി. അവിടെ പോയപ്പോൾ ഇവളുമായിട്ട് കളിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, തുറന്നു വിട്ടു. നേരത്തെ ഒരു 7 മണിയൊക്കെ വരും. അപ്പോഴേക്കും അവളിഞ്ഞ് നേരെ പോകും. നമ്മളെ ഗുണ്ടു ഇവിടെ കിടന്ന് നല്ലറി വിളി ഉണ്ടായിരുന്നു. പിന്നെ ആമിക്ക് ഇങ്ങനെ ഇരുന്ന് ശീലമില്ല. പിന്നെ ഗുണ്ടുവിനെ പോലെ ഓടിപ്പോകുന്നൊന്നും പേടിക്കണ്ട. എന്ന് വെച്ചാൽ നമ്മളെ വിട്ട് ഓടിപ്പോല. ഗുണ്ടുവിന് ഇങ്ങനെ അഴിച്ചു വിടാത്തതുകൊണ്ട് അവൾ നമ്മളെ വിട്ട് ഓടിക്കളയുന്നുള്ളൊരു പേടിയാണ്. അവൾ ഓടിപ്പോകത്തില്ല, നമ്മളെ കൂടെ തന്നെ ഇരിക്കും. പിന്നെ കുറച്ച് ദൂരം സഹോദരൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ അതുകൊണ്ട് നിന്ന വാക്കിൽ തന്നെ കുറച്ച് ദൂരം താഴോട്ട് കൊണ്ടുവന്ന് വിട്ടു. അവൻ ഇപ്പം അവിടെ കുറച്ച് ദൂരം, അപ്പോൾ അവൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊണ്ടുപോയത്.